അനധികൃത BC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കലാമണ്ഡലത്തിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 60ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. നിരക്ക് വർധന ഉടൻ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് ബസ്സുടമകൾ. തൃശൂർ നഗരത്തിലെ വൈദ്യുതി പോസ്റ്റുകളിൽ അനുമതിയില്ലാതെ സ്വകാര്യ കമ്പനി കേബിൾ വലിച്ചതിലൂടെ കോർപ്പറേഷന് കോടികളുടെ നഷ്ടമെന്ന പരാതി. അഴിമതി അന്വേഷിക്കണമെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. കൂനൂരിൽ കോപ്റ്റർ അപകടത്തിൽ മരിച്ച പ്രദീപിന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് ജോലി നൽകുന്നതിന്റെയും ധനസഹായം നൽകുന്നതിന്റെയും സർക്കാർ ഉത്തരവ് റവന്യൂ മന്ത്രി കൈമാറി. പ്രദീപിന്റെ ഭാര്യയ്ക്ക് റവന്യൂ വകുപ്പിൽ ജോലി നൽകുമെന്ന് മന്ത്രി. കൊടുങ്ങല്ലൂരിൽ അലങ്കാര പൂച്ചകളുടെ വ്യാപാരത്തിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിവന്ന യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശി അക്ഷയാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. അനധികൃത BC നിയമനം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ കേരള കലാമണ്ഡലത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 60ഓളം പേർക്കെതിരെ കേസെടുത്തു. കൊച്ചിൻ പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കലാമണ്ഡലം കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. പോലീസ് ഒരുക്കിയ ബാരിക്കേഡ് യുവമോർച്ച പ്രവർത്തകർ തകർത്തതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. അരമണിക്കൂറോളം പ്രവർത്തകരും പോലീസും സംഘർഷത്തിലേർപ്പെട്ടു. തുടർന്ന് പ്രതിഷേധക്കാർ കലാമണ്ഡലം കവാടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. CPM പാർട്ടിയുടെ ധൈര്യത്തിലാണ് VC കലാമണ്ഡലത്തിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതെന്നും ഗവർണർക്കെതിരെ കോടതിയിൽ കയറാൻ പോലും VC തയ്യാറായത് ഭരണഘടനാ ലംഘനമാണെന്നും യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. ഗണേഷ് പറഞ്ഞു. ഇവിടെ നടക്കുന്ന അഴിമതികൾ പെൺവാണിഭ സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ വൈസ് ചാൻസലർ മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ CPM നേതാക്കന്മാർക്ക് വിടുപടി ചെയ്യുന്ന തരത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ അതിന് ഒരു മടിയുമില്ല. തെരുവിൽ നേരിടാൻ തന്നെ യുവമോർച്ച തയ്യാറാകുമെന്ന് ഇടത് പ്രവർത്തകർക്കുള്ള തൊഴിൽ ഫാക്ടറികളാകാൻ യൂണിവേഴ്സിറ്റികളെ അനുവദിക്കില്ല. പൊതുയിടങ്ങളിൽ VCയെ നേരിടാൻ തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സമരത്തിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതിയൂർ അധ്യക്ഷനായിരുന്നു. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമാരായ ഷൈൻ നെടിയിരിപ്പിൽ, നന്ദകുമാർ, യുവമോർച്ച ജില്ലാ സെക്രട്ടറി ബാബു വലിയവീട്ടിൽ, യുവമോർച്ച പ്രവർത്തകരായ രാഖിൽ, ഗുരുശരൺ എന്നിവരും പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV ചെറുതുരുത്തി. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സംയുക്ത ബസ്സുടമ സമരസമിതി തൃശൂരിൽ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ അടക്കം യാത്രാ നിരക്കിൽ വർധന വരുത്താതെ മേഖല മുന്നോട്ടു പോകാനാകില്ലെന്നും സമരസമിതി. കോവിഡ് പ്രതിസന്ധിക്ക് പിന്നാലെ ഡീസൽ വില വർധനവും മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. ഈ സാഹചര്യത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കിലോമീറ്ററിന് 1 രൂപ എന്ന നിരക്കിൽ മിനിമം ചാർജ് 12 രൂപയും വിദ്യാർത്ഥികൾക്ക് നിലവിലെ നിരക്കിന്റെ 50% 6 രൂപയുമാക്കി ഉയർത്തണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞ സർക്കാർ നൽകിയ സമയപരിധി കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാലത്തേക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ നിർബന്ധിതരായത്. ഡീസലിന്റെ വിലവർദ്ധനവും മൂലവും യാത്രക്കാരുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള കുറവും കാരണം സ്വകാര്യ ബസ് സർവീസ് ഇപ്പൊ നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ കേരളത്തിൽ ഇവിടെ സംജാതമായിരിക്കുന്നത്. ഞങ്ങൾ 3 ഡിമാൻഡാണ് സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1, വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക. 2, ഡീസലിന്റെ വില വർധനവും ബസ്സുകളുടെ പ്രവർത്തന ചെലവിൽ വന്നിട്ടുള്ള ടയറിന്റെയും സ്പെയർ പാർട്സിന്റെയും ചേസിസിന്റെയും വന്നിട്ടുള്ള വർധനവനുസരിച്ച് ഒരു ബസ് ചാർജ് വർദ്ധിപ്പിക്കുക. ഇപ്പോഴും ഞങ്ങൾക്ക് ടാക്സ് അടച്ച് സർവീസ് നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് 2021 ഡിസംബർ വരെയുള്ള ടാക്സ് പരിപൂർണമായിട്ട് ഒഴിവാക്കി തരണം. വിദ്യാർത്ഥികൾക്ക് റേഷൻ കാർഡിന്റെ അടിസ്ഥാനത്തിൽ നിരക്ക് നിർണ്ണയിക്കണമെന്ന നിർദ്ദേശത്തെയും സംഘടന തള്ളി. മേഖലയുമായി കൂടിയാലോചന നടത്താതെയുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്ന് സമരസമിതി കൂട്ടിച്ചേർത്തു. ഈ മാസം 9 ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നിരക്ക് വർധന പരിഗണിക്കുന്നതിന് 10 ദിവസത്തെ സാവകാശം സർക്കാർ ചോദിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സമരത്തിൽ നിന്നും പിന്മാറിയത്. അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി ശനിയാഴ്ച വൈകിട്ട് 4:30 തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ് ഉടമകൾ സായാഹ്ന ധർണ സംഘടിപ്പിക്കും. സംയുക്ത സമരസമിതി ഭാരവാഹികളായ MS പ്രേംകുമാർ, VS പ്രദീപ്, KB സുരേഷ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്,
ജോസ് ആട്ടോക്കാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. കോർപ്പറേഷൻ പരിധിയിലെ വൈദ്യുതി പോസ്റ്റുകളിൽ സ്വകാര്യ കമ്പനി അനുമതിയില്ലാതെ കേബിൾ വലിച്ചതിലൂടെ കോർപ്പറേഷന് കോടികളുടെ നഷ്ടമെന്ന് പരാതി. അഴിമതി അന്വേഷിക്കണമെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. കോർപ്പറേഷൻ വൈദ്യുത പോസ്റ്റുകളിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സ്ഥാപിക്കുന്നതിൽ ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ കൗൺസിലറും നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോൺ ഡാനിയൽ പറഞ്ഞു. GDS എന്ന കമ്പനിയാണ് കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന്റെ അനുമതിയില്ലാതെ കിലോമീറ്ററുകളോളം ആയിരക്കണക്കിന് ഇലക്ട്രിക് പോസ്റ്റുകളിൽ എയർടെൽ എന്ന സ്വകാര്യ കമ്പനിയുടെ കരാർ പ്രകാരം കേബിൾ വലിച്ചിട്ടുള്ളതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. GDS എന്ന സ്വകാര്യ കമ്പനിക്ക് 100 പോസ്റ്റുകളിൽ കേബിൾ വലിക്കാൻ വൈദ്യുതി വിഭാഗത്തിന്റെ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിന് വിരുദ്ധമായാണ് 1000-ലധികം പോസ്റ്റുകളിൽ GDS സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിച്ചിട്ടുള്ളത്. അനുമതിയില്ലാതെ കേബിളുകൾ വലിക്കുക മാത്രമല്ല, മുഴുവൻ പോസ്റ്റുകളിലും വൈദ്യുതി ജീവനക്കാർക്ക് പോസ്റ്റിൽ കയറാനാകാത്ത വിധം കേബിൾ ബോക്സുകളും കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിയമവിരുദ്ധമായാണ് ചെയ്തിട്ടുള്ളത്. കോർപ്പറേഷനുമായി ഒരു കരാർ പോലുമില്ലാതെയാണ് ഇലക്ട്രിക് പോസ്റ്റുകളിൽ കേബിൾ വലിച്ചത്. ഇതിലൂടെ കോർപ്പറേഷന് കോടികളുടെ വരുമാന നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മാസങ്ങളെടുത്ത് കിലോമീറ്ററുകളോളം ഇത്രയധികം പോസ്റ്റുകളിൽ കേബിൾ വലിച്ചിട്ടും വൈദ്യുതി വിഭാഗം അറിഞ്ഞില്ല എന്ന് പറയുന്നത് ദുരൂഹമാണ്. നേരത്തെ കൗൺസിലിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ആക്ഷേപം ഉയർത്തിയിരുന്നുവെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. TCV തൃശൂർ. കൂനൂരിൽ കോപ്റ്റർ അപകടത്തിൽ മരിച്ച വ്യോമസേന ജൂനിയർ വാറന്റ് ഓഫീസർ പുന്നൂക്കര സ്വദേശി A. പ്രദീപിന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് ജോലി നൽകുന്നതിന്റെയും ധനസഹായം നൽകുന്നതിന്റെയും സർക്കാർ ഉത്തരവ് കൈമാറി. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പ്രദീപിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് രേഖകൾ കൈമാറിയത്. പ്രദീപിന്റെ ഭാര്യയെ ജോലിക്ക് നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിന്റെ പകർപ്പും ധനസഹായം അനുവദിച്ചുകൊണ്ടുള്ള രേഖകളും പ്രദീപിന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് കൈമാറി. അച്ഛന്റെ ചികിത്സയ്ക്കായി സർക്കാർ പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയുടെ സഹായത്തിന്റെ രേഖകളും മന്ത്രി കൈമാറി. റവന്യൂ വകുപ്പിൽ ക്ലാസ് 3 സെക്ഷനിൽ ജോലി നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലയിൽ തന്നെ ശ്രീലക്ഷ്മി ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിയമനം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ ഹരിത V. കുമാർ, തഹസിൽദാർ ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KV സജു തുടങ്ങിയവർ മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ് തൃശൂർ. കൊടുങ്ങല്ലൂരിൽ അലങ്കാര പൂച്ചകളുടെ വ്യാപാരത്തിന്റെ മറവിൽ സിന്തറ്റിക് ലഹരിമരുന്ന് കച്ചവടം നടത്തിയിരുന്ന യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി എരിമേൽ വീട്ടിൽ അക്ഷയയാണ് ലഹരി ഉൽപ്പന്നങ്ങളായ MDMA, എക്സ്റ്റാസി, LSD സ്റ്റാമ്പ് എന്നിവയും കഞ്ചാവും അടക്കം പിടികൂടിയത്. പേർഷ്യൻ പൂച്ചകളുടെ വിൽപ്പനയുടെ മറവിൽ ബാംഗ്ലൂരിൽ നിന്ന് ലഹരിമരുന്ന് കൊണ്ടുവന്നിരുന്ന പ്രതി മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണിയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള സ്റ്റോക്ക് എത്തിക്കുന്നതിനിടയിലാണ് യുവാവ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ PL ബിനുകുമാർ, ഇന്റലിജൻസ് ഇൻസ്പെക്ടർ S മനോജ് കുമാർ, റേഞ്ച് ഇൻസ്പെക്ടർ ഷാംനാഥ്, ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ KS ഷിബു, OS സതീഷ്, TG മോഹനൻ, PR സുനിൽകുമാർ, KJ ലോനപ്പൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഈ പാർട്ടികൾ നടത്തുന്ന സ്ഥലങ്ങളിൽ ഇപ്രകാരമുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളെന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയിട്ടാണ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നാണ് പറയപ്പെടുന്നത്. അതിൽ എല്ലാം മേജർ ക്വാണ്ടിറ്റി കേസുകളാണ്. ഇതെല്ലാം കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി സാധനങ്ങളാണ് പിടികിട്ടിയിരിക്കുന്നത്. ഇത് പല സ്ഥലങ്ങളിലും ഇപ്രകാരം ഇവിടെ സപ്ലൈ ചെയ്യുന്ന ആളാണ്. ഇയാൾക്ക് മുമ്പ് 3 കേസുകളുള്ളതായിട്ടാണ് പറയുന്നത്. ഇദ്ദേഹം മുമ്പ് 2 കഞ്ചാവ് കേസും ഇതര സംസ്ഥാനത്ത് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മദ്യം കടത്തിയ കേസിലും ഇദ്ദേഹം പ്രതിയാണ്. സംസ്ഥാനത്ത് 3471 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 22 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 44,189 ആയി. 4,966 പേർ രോഗമുക്തി നേടി. 32,433 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 24 മണിക്കൂറിനിടെ 54,715 സാമ്പിളുകൾ പരിശോധിച്ചു. 6.34% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തൃശൂരിൽ 263 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 481 പേർ രോഗമുക്തി നേടി. 2,896 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 5,389 സാമ്പിളുകൾ പരിശോധിച്ചു. 4.88% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന യോഗം KCCL MD PP സുരേഷ് ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CA ബൈജു, കേരള വിഷൻ MD PB സുരേഷ് എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസറിനെയും കൺവീനറായി ജോർജ് ലിയോയെയും തെരഞ്ഞെടുത്തു. ജനുവരി 6-ന് തൃശൂർ മേഖലയിലാണ് 13ാമത് ജില്ലാ സമ്മേളനം നടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് സുപ്രീം കോടതിയിൽ നൽകിയ വിടുതൽ ഹർജി പിൻവലിച്ചു.
വിചാരണയുടെ അന്തിമഘട്ടത്തിൽ ഹർജിയുമായി മുന്നോട്ടില്ലെന്ന് ദിലീപ് കോടതി അറിയിച്ചു. ഹർജി പിൻവലിക്കാൻ കോടതി അനുമതി നൽകി. ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം തള്ളിയ വിചാരണ കോടതി ഉത്തരവിനെതിരെയായിരുന്നു ദിലീപ് വിടുതൽ ഹർജി നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഹർജി സമർപ്പിച്ചിരുന്നത്. അതേസമയം എറണാകുളത്തെ വിചാരണ കോടതിയിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. 2017 ഫെബ്രുവരിയിലാണ് നടിക്കെതിരെ ആക്രമണമുണ്ടായത്. ഇടവേള. ഒരു മഴ ചാറിയാ മതി, കൃഷിപ്പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാൻ, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടി വിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ കാശ് കൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. കേരള വിഷൻ. വാർത്തകൾ തുടരുന്നു. സ്കൂളുകൾക്ക് 10 ദിവസത്തെ ക്രിസ്മസ് അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. 24 മുതൽ ജനുവരി 2 വരെയാണ് അവധി. സംസ്ഥാനത്തെ സ്കൂളുകൾ നവംബർ 1 മുതൽ തുറന്ന സാഹചര്യത്തിലാണ് ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസ് അവധി പ്രഖ്യാപിച്ചത്. ഗുരുവായൂരപ്പന് കാണിക്കയായി ലഭിച്ച ആഡംബര വാഹനം ശനിയാഴ്ച ലേലം ചെയ്യും. 40,000 രൂപ അടച്ച് സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ ആർക്കും ലേലത്തിൽ പങ്കെടുക്കാം. 15 ലക്ഷമാണ് അടിസ്ഥാന വില. കഴിഞ്ഞ ദിവസമാണ് ആഡംബര വാഹനമായ താർ വഴിപാടായി ലഭിച്ചത്. ധാരാളം ഭക്തർ താർ വാങ്ങാൻ ആഗ്രഹം അറിയിച്ച് ദേവസ്വത്തെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പൊതുലേലം നടത്തി വാഹനം വിൽക്കാൻ തീരുമാനിച്ചതെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. ഉച്ചയ്ക്ക് 3-ന് കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് സമീപമാണ് ലേലം. ക്രിസ്തുമസ് വിശേഷവുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസിനെ വരവേൽക്കാനായി റെഡിമെയ്ഡ് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും വിപണി വാഴുമ്പോൾ പച്ചമുളയിൽ മെനഞ്ഞെടുക്കുന്ന പുൽക്കൂടുകൾക്കും നക്ഷത്രങ്ങൾക്കും പ്രിയമേറുന്നു. തൃശൂർ ചേർപ്പ് റോഡിൽ പാലക്കൽ വളവിലാണ് കോയമ്പത്തൂർ പൂമാർക്കറ്റ് സ്വദേശികൾ പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ഉണ്ടാക്കി വിൽക്കുന്നത്. തൊട്ടടുത്ത മുളവിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് 80 രൂപ നിരക്കിൽ വാങ്ങുന്ന പച്ചമുള കനം കുറച്ച് കീറി തുല്യ അളവിൽ മുറിച്ചെടുത്ത് സമചതുരാകൃതിയിൽ ആണിയും കെട്ടുകമ്പിയും ഉപയോഗിച്ച് തട്ടുകളാക്കിയാണ് പുൽക്കൂട് തയ്യാറാക്കുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം ഒഴികെ 18ാമത്തെ വർഷമാണ് ദേവരാജും സൂര്യനും രാജുമൊക്കെ പുൽക്കൂട് നക്ഷത്ര നിർമ്മാണത്തിനായി ഇവിടെ എത്തുന്നത്. ഇവിടെ വന്ന് 17 കൊല്ലമായി. പോണ കൊല്ലം വന്ന് കൊറോണ കച്ചവടം കുറവായിട്ടുണ്ട്. அதனால തിരിച്ചു പോയി 12 ആൾ വന്ന ഇവിടെ വന്ന് കുറവായിട്ടുണ്ട്. ഒരു 4 ആൾ 5 ആൾ വന്ന അവിടെ. അടുത്ത കൊല്ലം വന്നാൽ ഒരു 10 ആൾ വരും. ഇവിടെ വന്ന് കച്ചവടം തുടങ്ങും. വൈക്കോൽ മേഞ്ഞ പുൽക്കൂടിന് 250 രൂപയാണ് വില. മേയാത്തതിന് 150 രൂപ. നക്ഷത്രങ്ങൾക്ക് 100 രൂപ മുതൽ വലിപ്പമനുസരിച്ച് വില ഉയരും. 5 അടി ഉയരമുള്ള നക്ഷത്രത്തിന് 500 രൂപ, 6 അടിക്ക് 600 രൂപ എന്നിങ്ങനെയാണ് വില. 10 കൂടുകളെങ്കിലും ഒരാൾക്ക് ഒരു ദിവസം ഉണ്ടാക്കാനാകും. വലിയ നക്ഷത്രങ്ങൾ മുൻകൂട്ടി ഓർഡർ നൽകുന്നവർക്കായാണ് ഉണ്ടാക്കുന്നത്. മുൻവർഷങ്ങളിലേക്കാൾ കുറച്ച് തൊഴിലാളികളെ ഇത്തവണ പുൽക്കൂട് നിർമ്മാണത്തിന് എത്തിയിട്ടുള്ളൂ. പുൽക്കൂടുണ്ടാക്കാനായി നവംബർ 20-ന് പാലക്കലിലെത്തുന്ന ഇവർ ക്രിസ്മസ് തലേന്ന് ഉണ്ടാക്കിയതെല്ലാം വിറ്റഴിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് പതിവ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുവഴി യാത്ര ചെയ്യുന്നവരും കേട്ടറിഞ്ഞെത്തുന്നവരുമായ ആളുകൾ ഇവിടെ നിന്ന് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും വാങ്ങുന്നുണ്ട്. മുൻവർഷങ്ങളിൽ 2000-ലേറെ പുൽക്കൂടുകളും 1000-ഓളം നക്ഷത്രങ്ങളും വിറ്റുപോയെങ്കിലും ഇത്തവണ കോവിഡ് സാഹചര്യത്തിൽ വിൽപ്പന അത്ര ഉയരാനിടയില്ലെന്നാണ് വിലയിരുത്തൽ. TCV ന്യൂസ്, തൃശൂർ. ഭ്രൂണാവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങളിലെ ഭിന്നശേഷി പ്രശ്നങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്ന സംവിധാനങ്ങൾ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും തുടങ്ങുമെന്ന് സാമൂഹ്യനീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ, സിറ്റി ആൻഡ് റൂറൽ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ VF തോമസ് അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന അനുസ്മരണം പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KPOA തൃശൂർ സിറ്റി പ്രസിഡന്റ് K വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ R ആദിത്യ, KPOA സംസ്ഥാന ജനറൽ സെക്രട്ടറി CR ബിജു, KPA സംസ്ഥാന ജനറൽ സെക്രട്ടറി KP പ്രവീൺ, തൃശൂർ ACP VK രാജു തുടങ്ങിയവർ സംസാരിച്ചു.
പാലിയക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് ഡ്രൈവർ മരിച്ചു. കൊരട്ടി മാമ്പ്ര കിഴക്കേടത്ത് പറമ്പിൽ തങ്കപ്പന്റെ മകൻ 40 വയസ്സുള്ള സ്മിത്താണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. പരിക്കേറ്റ സ്മിത്തിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അന്യായമായ കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം അവസാനിപ്പിച്ചു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. സമരത്തിന് സമാപനം കുറിച്ച് നടന്ന വിജയ പ്രഖ്യാപന യോഗം CITU ജില്ലാ ട്രഷറർ A. സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. VKTU സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് EV ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PT പ്രസാദ്, ജില്ലാ സെക്രട്ടറി P. ശ്രീകുമാർ, TV ശിവകുമാർ, T. സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനം നേരിടുന്ന പച്ചക്കറി വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തക്കാളി വണ്ടികൾ വിപണിയിലിറക്കി കൃഷിവകുപ്പ്. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ 28 സഞ്ചരിക്കുന്ന തക്കാളി വണ്ടികളാണ് നിരത്തിലിറക്കിയത്. തൃശൂർ മണ്ഡലത്തിലെ തക്കാളി വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് P. ബാലചന്ദ്രൻ MLA നിർവഹിച്ചു. തക്കാളി വണ്ടിയിൽ 50 രൂപയ്ക്ക് 1 കിലോ തക്കാളിയും വിലക്കുറവിൽ മറ്റു പച്ചക്കറികളും ലഭ്യമാക്കും. രാവിലെ 7:30 മുതൽ വൈകിട്ട് 7:30 വരെയാണ് തക്കാളി വണ്ടി വിൽപ്പനയ്ക്കെത്തുക. കോവിഡ് മഹാമാരിയെ തുടർന്ന് നിന്നുപോയ കലാസാംസ്കാരിക മേളയ്ക്ക് സാംസ്കാരിക നഗരിയിൽ തിരശ്ശീല ഉയർന്നു. ചെറുശ്ശേരി കുട്ടന്മാരാരും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളം കലാസ്വാദകരെ ആവേശഭരിതമാക്കി. പൂരപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ ബ്രഹ്മസമഠം അങ്കണത്തിലാണ് ചെറുശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാർ അവതരിപ്പിച്ച 3 മണിക്കൂർ നീണ്ടുനിന്ന പാണ്ടിമേളം അരങ്ങേറിയത്. കോവിഡിന് ശേഷം 1 വർഷത്തിലേറെയായി നിന്നുപോയ മേളസ്വരം തൃശൂർ നഗരിയിൽ വീണ്ടും മുഴങ്ങിയപ്പോൾ നിരവധി ആസ്വാദകരാണ് പാണ്ടിമേളത്തിന്റെ ദൃശ്യവിരുന്നിലേക്ക് ഒഴുകിയെത്തിയത്. കോവിഡ് കുറഞ്ഞ സാഹചര്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ മേളാവതരണം കോവിഡിന് മുൻപുള്ള കാലത്തേക്കുള്ള തിരിച്ചുപോകാകട്ടെ എന്ന് മേളപ്രമാണി ചെറുശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാർ പറഞ്ഞു. നമ്മൾ കോവിഡിന് മുമ്പിലുള്ള പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ആവട്ടെ ഈ പരിപാടി എന്ന് ഉദ്ദേശിച്ചു. അത്യാവശ്യം ചെറിയ ചെറിയ പരിപാടികൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു പരിപാടികൾ ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. വീക്കം ചെണ്ടയിൽ ചെറുശ്ശേരി ദാസന്മാരാരും സംഘവും, പനമണ്ണ മനോഹരനും സംഘവും കുറങ്കുഴലിലും, ഏഷ്യാഡ് ശശിമാരാരും സംഘവും ഇലത്താളത്തിലും, മച്ചാട് രാമചന്ദ്രനും സംഘവും കൊമ്പിലും മേളവിസ്മയം തീർത്തു. കോവിഡിന് ശേഷം കലാകേരളം ഉണർന്നു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചവാദ്യം പിറവിയെടുത്ത ബ്രഹ്മസമ്മഠത്തിൽ കേരളത്തിലെ ആദ്യ മേളമായ പാണ്ടിമേളം അവതരിപ്പിക്കുന്നതെന്ന് പൂരപ്രേമി സംഘം കൺവീനർ വിനോദും തുടർന്നുള്ള മാസങ്ങളിലും കാലപ്രമാണികത്തിന്റെ ചെറിയ ചെറിയ പരിപാടികൾ ആസ്വാദകർക്കായി സംഘടിപ്പിക്കുമെന്ന് രക്ഷാധികാരി V. നന്ദകുമാർ പറഞ്ഞു. കലാകേരളം ഉണരുന്നതിൻ്റെ ഭാഗമായി സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ഇന്ന് ഇവിടെ പഞ്ചവാദ്യം പിറവിയെടുത്ത ബ്രഹ്മസമ്മഠത്തിലെ ഏകദേശം ഒരു 10 നൂറ്റാണ്ടോളം പഴക്കമുള്ള പാണ്ടിമേളം, കേരളത്തിലെ ആദ്യത്തെ മേളമാണ് പാണ്ടിമേളം. ആ പാണ്ടിമേളത്തെ ഇന്ന് അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ മാസം കാലപ്രമാണികം എന്ന പേരിൽ എല്ലാ മാസവും ഓരോ പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായി അത് മുടങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റുള്ള പരിപാടികൾക്ക് തുടർച്ചയാവണ്ണം ഒരു കൊട്ടിക്കയറ്റം എന്ന് പേരിട്ടിട്ടുള്ള ഒരു പാണ്ടിമേളമാണ് സംഘടിപ്പിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് V. നന്ദകുമാർ കൊട്ടിക്കലാശം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്രഹ്മസമ്മഠം സെക്രട്ടറി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, പൂരപ്രേമി സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഒരു മഴ ചാറിയാ മതി, പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാൻ, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ TV-കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ കാശ് കൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. കേരള വിഷൻ. വാർത്തകൾ തുടരുന്നു.
യാതൊരു അക്രമ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടില്ലാത്തയാളെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധന നടത്താതെ 14 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചുവെന്ന് പരാതിയിൽ SIക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി നടപടിയെടുക്കുവാൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം VK ബീനാകുമാരി സംസ്ഥാന പോലീസ് മേധാവിക്കും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് ഉത്തരവ് നൽകിയത്. മുളങ്ങുന്നത്കാവ് സ്വദേശി CR സുഗു സമർപ്പിച്ച പരാതിയിലാണ് നടപടി. ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലിനോടനുബന്ധിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനെന്ന പേരിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി. വിയൂർ SI ആയിരുന്ന D ശ്രീജിത്തിനെതിരെയാണ് പരാതി. അക്രമ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി നടക്കുന്ന മുൻകരുതൽ അറസ്റ്റുകളിൽ നിയമപരമായ നടപടികൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. തൃശൂർ പൂരം പ്രദർശന കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം പാറമേക്കാവ് അഗ്രശാലയിൽ ചേർന്നു. പൂരം പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് K സതീഷ് മേനോൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, പൂരം പ്രദർശന സമിതി വൈസ് പ്രസിഡന്റ് PV നന്ദകുമാർ, സെക്രട്ടറി V രാംകുമാർ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി M രവികുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. UAPA തടവുകാരൻ വയനാട് മേപ്പാടി സ്വദേശി ഇബ്രാഹിം എന്ന ബാബു വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു. മാവോവാദി ബന്ധത്തിന്റെ പേരിൽ ജയിലിലായ ഇബ്രാഹിമിന് തീവ്ര രോഗബാധിതനായതിനെ തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജയിലിൽ നിന്ന് ഗേറ്റ് വരെ 1/2 കിലോമീറ്റർ ദൂരം രോഗബാധിതനായ വ്യക്തിയെ നടത്തിച്ച ജയിൽ അധികൃതരുടെ നടപടി മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ഇബ്രാഹിമിനെ കൊണ്ടുപോകാനെത്തിയവർ കുറ്റപ്പെടുത്തി. ഫ്രാൻസിസ് വർഗീസ് മുണ്ടശ്ശേരി രചിച്ച മുണ്ടശ്ശേരി സ്മരണ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ P ഭാനുമതിക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, മാധ്യമപ്രവർത്തക ജിഷ എലിസബത്ത്, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV വല്ലഭൻ, PN ഗോപികൃഷ്ണൻ, PS ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വനിതാ ഫുട്ബോൾ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് കേരള യുണൈറ്റഡ് FC മലപ്പുറവും ഡോൺ ബോസ്കോ ഫുട്ബോൾ അക്കാദമി കടമന്ത്രയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഡോൺ ബോസ്കോ 1 ഗോളിന് വിജയിച്ചു. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഗോകുലം കേരള FCയും കടത്തനാട് രാജ FCയും ഏറ്റുമുട്ടും. ഇടവേള. ഒരു മഴ ചാറിയാ മതി, പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാൻ, ആരോട് പറയാം? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ TV-കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ കാശ് കൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള വിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. കേരള വിഷൻ. വാർത്തകളിലേക്ക്. അർഹതപ്പെട്ടവർക്ക് പട്ടയം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പട്ടികജാതി വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ. തലപ്പള്ളി താലൂക്ക് ഓഫീസിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അർഹരായവർക്ക് പട്ടയം നൽകുന്നതിനുള്ള വില്ലേജ് തിരിച്ചുള്ള ലിസ്റ്റ് ഉദ്യോഗസ്ഥർ കൈമാറി. പതിവ് കമ്മിറ്റി രൂപീകരിച്ചാലുടൻ അർഹരായവരെ കണ്ടെത്തി ശുപാർശ നൽകും. പുറമ്പോക്ക് പട്ടയത്തിൽ ഉൾപ്പെട്ട 277 പട്ടയങ്ങളുടെ അപേക്ഷകൾ പൂർത്തീകരിച്ചു. MLA-മാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, AC മൊയ്തീൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൃപ്രയാറിൽ ബാറിൽ നിന്ന് മദ്യപിച്ചിറങ്ങുന്നതിനിടെ ഉണ്ടായ തർക്കത്തിനിടെ ഒരാൾക്ക് പരിക്കേറ്റു. നാട്ടിക ബീച്ച് സ്വദേശി പല്ലുവീട്ടിൽ മണികണ്ഠനാണ് പരിക്കേറ്റത്. മദ്യലഹരിയിൽ ബാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെ മതിലകം സ്വദേശി കല്ലാടൻ ഗിരീഷുമായി മണികണ്ഠൻ തർക്കത്തിലേർപ്പെടുകയും തുടർന്നുണ്ടായ സംഘർഷത്തിൽ മണികണ്ഠന് പരിക്കേൽക്കുകയുമായിരുന്നു. ഗിരീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ മണികണ്ഠനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാണിജ്യം. ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ രുചി വൈവിധ്യങ്ങളുമായി ഹോട്ടൽ അറേബ്യൻ ക്ലാസിക് പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ പൂങ്കുന്നം സെന്ററിന് സമീപം ബിസ്മില്ല ടവറിൽ ആരംഭിച്ച ഹോട്ടൽ അറേബ്യൻ ക്ലാസിക് വിശിഷ്ടാതിഥികളായ കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, കൗൺസിലർ ഡോക്ടർ ആതിര എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉടമ ജോൺ കാഞ്ഞിരത്തിങ്കലിന്റെ മരുമക്കളായ സാന്ദ്ര ജോമോൻ, മെൽവിറ്റ ജീസൻ, അഞ്ജലി മിഥുൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പൂങ്കുന്നം സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ മാത്യു വെട്ടത്ത്, ഫാദർ സെബാസ്റ്റ്യൻ പേരൂട്ടി എന്നിവർ ആശീർവാദ കർമ്മം നിർവഹിച്ചു. കസ്റ്റമറായ TR സുനിൽകുമാർ ഭദ്രദീപം തെളിയിച്ചു. ഉടമ ജോൺ കാഞ്ഞിരത്തിങ്കൽ, മിനി ജോൺ,
ജോമോൻ ജോൺ, ജീസൺ ജോൺ, മിഥുൻ ജോൺ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എല്ലാവിധ ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾക്കൊപ്പം അറേബ്യൻ രുചിവൈവിധ്യങ്ങളും ഹോട്ടൽ അറേബ്യൻ ക്ലാസിക്കിലെ ഹൃദ്യമായ അന്തരീക്ഷത്തിൽ കുടുംബസമേതം ആസ്വദിക്കാം. ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8593 856049. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് പുതിയ കാൽവെപ്പുമായി ട്രസ്റ്റ് ബ്യൂ ദി ലക്ഷറി ബ്യൂട്ടി ലോഞ്ചിന്റെ ബ്രാൻഡ് ലോഞ്ച് തൃശൂർ ജോയ്സ് പാലസിൽ നടന്നു. ട്രസ്റ്റ് ബ്യൂ ദി ലക്ഷറി ബ്യൂട്ടി ലോഞ്ച് ഫൗണ്ടറും സിഇഒയുമായ ആദർശ് ശശി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദു, ആദർശ് ശശിയുടെ മാതാപിതാക്കളായ ശശി, ലീന ശശി, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ ട്രസ്റ്റ് ബ്യൂ ദി ലക്ഷറി ബ്യൂട്ടി ലോഞ്ചിന്റെ ബ്രാൻഡ് ലോഞ്ചിങ്ങിൽ സന്നിഹിതരായിരുന്നു. ഭദ്രദീപം തെളിയിച്ചും കേക്ക് മുറിച്ചും സഹകാരികളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കാളികളായി. വിവിധതരം സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്, ഹെയർ ട്രീറ്റ്മെന്റ്, ഡെർമറ്റോളജി ട്രീറ്റ്മെന്റ്, സലൂൺ സേവനങ്ങൾ, സെമി പെർമനന്റ് കോസ്മെറ്റിക്സ്, മേക്കപ്പ്, ബ്രൈഡൽ ഡ്രസ്സോ, ഷോപ്പിംഗ് ആൻഡ് സ്റ്റൈലിംഗ്, ഇമേജ് കൺസൾട്ടിംഗ് തുടങ്ങിയവയെല്ലാം ട്രസ്റ്റ് ബ്യൂ ദി ലക്ഷറി ബ്യൂട്ടി ലോഞ്ചിന്റെ സേവനങ്ങളാണ്. വിദഗ്ധ പരിശീലനം ലഭിച്ച പ്രഗത്ഭരായ ജീവനക്കാരോടൊപ്പം വിവിധതരം സേവനങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് 100% ഗുണനിലവാരത്തോടുകൂടിയ പ്രൊഡക്ട്സും കസ്റ്റമർ ഫ്രണ്ട്ലി സാറ്റിസ്ഫാക്ഷനും ലക്ഷറി അനുഭവവുമാണ് തൃശ്ശൂരിലെ ഏറ്റവും മികച്ച സംരംഭമായ ട്രസ്റ്റ് ബ്യൂ ദ ലക്ഷറി ബ്യൂട്ടി ലോഞ്ച് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 6238 662847. പ്രധാന വാർത്തകൾ വീണ്ടും. അനധികൃത VC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കലാമണ്ഡലത്തിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 60ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. നിരക്ക് വർധന ഉടൻ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് ബസ്സുടമകൾ. തൃശൂർ നഗരത്തിലെ വൈദ്യുതി പോസ്റ്റുകളിൽ അനുമതിയില്ലാതെ സ്വകാര്യ കമ്പനി കേബിൾ വലിച്ചതിലൂടെ കോർപ്പറേഷന് കോടികളുടെ നഷ്ടമെന്ന് പരാതി. അഴിമതി അന്വേഷിക്കണമെന്ന് നഗരാസൂത്രണകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. കൂനൂരിൽ കോപ്റ്റർ അപകടത്തിൽ മരിച്ച പ്രദീപിന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് ജോലി നൽകുന്നതിന്റെയും ധനസഹായം നൽകുന്നതിന്റെയും സർക്കാർ ഉത്തരവ് റവന്യൂ മന്ത്രി കൈമാറി. പ്രദീപിന്റെ ഭാര്യയ്ക്ക് റവന്യൂ വകുപ്പിൽ ജോലി നൽകുമെന്ന് മന്ത്രി. കൊടുങ്ങല്ലൂരിൽ അലങ്കാര പൂച്ചകളുടെ വ്യാപാരത്തിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിവന്ന യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. മാള പൂപ്പത്തി സ്വദേശി അക്ഷയാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.